തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ശരി. ഹലോ, വെള്ളം കുടിക്കണം. മതിയാ? ശരി. എന്നാ എങ്ങനെ സുഖമാണല്ലോ എല്ലാവരും? ഞാൻ പോരെ. ശരി. ഒന്ന് പെട്ടെന്നാവട്ടെ. മാഡം, 30 വർഷം മുമ്പ് കല്യാണപ്പന്തലിൽ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ തന്നെയുണ്ട് ഇപ്പോഴും കാണാൻ. ചുമ്മാ പറയല്ലേ ഹേമ. ഹേമ പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. യതിക്ക് വിരോധമില്ലെങ്കിലേ നമുക്കിപ്പോ വേണമെങ്കിലേ പത്മയ്ക്കൊരു പയ്യനെ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. അയ്യോ അല്ല, മണവാട്ടി വന്നു. മണവാളൻ എവിടെ പോയി? മോളെ അച്ഛനെ വിളിച്ചിട്ടോ? എന്ത് പറഞ്ഞാലും സമ്മതിക്കരുത്. കൊണ്ടുവന്നേക്കണം. നേരത്തെ എത്തിയോ എല്ലാരും? ഓ, അടുത്ത ബോംബ് പൊട്ടിക്കാറായി. അതേ പത്മ, ഒരുക്കം മാത്രമല്ല, ഇന്നത്തെ ദിവസം പത്മയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. യെസ്, ഇന്നത്തെ ദിവസം ഞാൻ പരിപൂർണമായിട്ട് എൻജോയ് ചെയ്യാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. ഇരിക്കും. മേഡം, സൂര്യ പുറപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ പാഴ്സലെത്തും. പിന്നെ അതുമായിട്ടായിരിക്കും എൻ്റെ സഞ്ചാരം. ഇതുവരെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് മേഡം. മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകളുമായിട്ട് പത്മയുടെ മകൻ പിടിക്കപ്പെടുന്നു. പിന്നെ പത്മയുടെ പണം മുഴുവൻ ചെലവഴിച്ചാലും അവന് പുറത്തിറക്കാൻ കഴിയില്ല. അവൻ പിടിക്കപ്പെടുന്ന അതേ ദിവസം നിങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന നന്ദിനി കൊല്ലപ്പെടണം. അതായിരിക്കും പത്മയ്ക്കെതിരെയുള്ള നമ്മുടെ യഥാർത്ഥ ആയുധം. അതെങ്ങനെ? നന്ദിനി മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞിട്ടും പത്മ വിവാഹ വാർഷികം കെങ്കേമമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പിന്നിൽ പത്മയാണെന്ന് കരുതുന്നവർ ഒരുപാട് പേരുണ്ട്. നന്ദിനി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പിന്നിൽ പത്മയാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റും. ബൈജുവിന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മേഡം. ഇന്ന് സന്തോഷത്തോടെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പത്മ മേഡത്തിന് ഇന്ന് രാത്രി മുതൽ ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവണം. അതല്ലേ മേഡം ഉദ്ദേശിച്ചത്? യെസ്. ഒരു വശത്ത് മയക്കുമരുന്ന് കേസിൽ പോലീസിന് മുമ്പിൽ അകപ്പെട്ടു പോയ മോനെ കുറിച്ചുള്ള ആദി, മറുവശത്ത് ഒരു കൊലപാതകം നടത്തി എന്നുള്ള ദുഷ്പേര്. ഒരു സമൂഹം പത്മയെ കല്ലറിയാൻ ഇത് രണ്ടും ധാരാളം. ഇങ്ങനെയൊക്കെ നടക്കുമെങ്കില് ആളുകളെ ഇറക്കി വിടുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. ബാക്കി ഞാൻ ചെയ്തോളാം. മേഡം, എനിക്ക് പിഴക്കില്ല മേഡം. കൈമാറ്റം ചെയ്യാൻ ഞാൻ അവനെ ഏൽപ്പിക്കുന്നത് കോടിക്കണക്കിന് വില വരുന്ന മയക്കുമരുന്നാ. അതുമായിട്ട് അവൻ പിടിക്കപ്പെട്ടാലേ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ തന്നെയായിരിക്കും. പിന്നെ
നന്ദിനിയുടെ കാര്യം. നിശ്ചയിക്കപ്പെട്ട മരണത്തിനു വേണ്ടി അവള് കാത്തിരിക്കുക. ഒരു വീഴ്ചയും വരാണ്ടിരിക്കാൻ അത് നേരിട്ട് ചെയ്യാൻ തന്നെയാ എന്റെ തീരുമാനം.